തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടം വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ചെർപ്പുളശ്ശേരി നഗരസഭയിലേക്കുള്ള പോളിംഗ് സാമഗ്രികൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് വ്യാഴാഴ്ച വോട്ടെടുപ്പ് നടക്കുന്നത്. പോളിംഗിനോടനുബന്ധിച്ച് കനത്ത സുരക്ഷയാണ് ബൂത്തുകളിൽ ഒരുക്കിയിട്ടുള്ളത്. 7 ജില്ലകളിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ ബുധനാഴ്ച രാവിലെ 8 മുതൽ വിവിധ വിതരണ കേന്ദ്രങ്ങളിൽ നിന്ന് പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് കൈമാറി. ചെർപ്പുളശ്ശേരി നഗരസഭയിലെ 33 വാർഡുകളിലെ 33 ബൂത്തുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. 4 കൗണ്ടറുകളിലായി തിരിച്ചാണ് ഉപകരണവും അനുബന്ധ സാമഗ്രികളും വിതരണം ചെയ്തത്. ഓരോ ബൂത്തുകളിലേക്കുമുള്ള വാഹനങ്ങളും സജ്ജമാക്കിയിരുന്നു. വ്യാഴാഴ്ച വോട്ടെടുപ്പ് പൂർത്തിയായാൽ ഇവിടെ പ്രത്യേകം സജ്ജീകരിച്ച സ്ട്രോങ് റൂമിൽ പോലീസ് കാവലിൽ സൂക്ഷിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി റിട്ടേണിംഗ് ഓഫീസർ KB മനോജ് കുമാർ പറഞ്ഞു. തൃശ്ശൂർ തൊട്ട് കാസർഗോഡ് വരെയുള്ള ഇലക്ഷനിലേക്കുള്ള ബൂത്തിലേക്ക് ആവശ്യമായ സാമഗ്രികളാണ് ഇവിടെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ചെർപ്പുളശ്ശേരി നഗരസഭയ്ക്ക് 33 വാർഡുകളാണ് ഉള്ളത്. അതിലേക്കുള്ള സാമഗ്രികളാണ് ഇവിടെ നിന്ന് കൊടുത്തു വിടുന്നത്. EVM മെഷീൻ, വോട്ടിംഗ് മെഷീനും അതിനനുസരിച്ച് വോട്ടർ പട്ടിക അങ്ങനെ തുടങ്ങിയ സാമഗ്രികളാണ് കൊടുത്തു വിടാനുള്ള അറേഞ്ച് ചെയ്തത്. 4 കൗണ്ടറുകളായിട്ട് അറേഞ്ച് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഇന്നിപ്പോൾ വൈകുന്നേരത്തോടെ നമ്മൾ ഈ ബൂത്തുകളൊക്കെ സെറ്റായി നടക്കും. രാവിലെ മോക്ക് ശേഷം കാര്യങ്ങൾ എങ്ങനെയാണത്? അതെ, അതപ്പം അവരുടെ ഉദ്യോഗസ്ഥന്മാർ എത്തിക്കഴിഞ്ഞാൽ അവരുടേതായ അറേഞ്ച്മെന്റുകൾ, റൂമുകൾ സെറ്റ് ചെയ്യുക, അവർക്ക് ആവശ്യമായ മേശകൾ ഉണ്ടാക്കുക, പിന്നെ നാളേക്കുള്ള കുറേ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അത് കഴിഞ്ഞ് നാളേക്കുള്ള പോളിംഗ് ഏജന്റുകളെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവിടെ അലോട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവരിന്ന് രാത്രിയൊക്കെ ഇരുന്ന് ചെയ്യുക. നാളെ വോട്ടിംഗ് തുടങ്ങുന്നതിന് 1 മണിക്കൂർ മുന്നേ, അതായത് 6 മണിക്ക് അവിടെ കൂട്ടിയിട്ടാണ് മോക്ക് പോൾ തുടങ്ങുന്നത്. എല്ലാ സ്ഥാനാർത്ഥിക്കും ഓരോ വോട്ടുകൾ മിനിമം എൻട്രി ചെയ്ത് കാണുന്നതാണ് ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശം. അതിനനുസരിച്ചുള്ള കൂടുതൽ ചെയ്താലും കുഴപ്പമില്ല, മിനിമം ഒരാണെങ്കിലും ഒരു സ്ഥാനാർത്ഥി കുത്തണം എന്നാണ് പറയുന്നത്. അത് ഓക്കെ ആണെന്നുവെച്ചെങ്കിൽ മിഷൻ സീൽ ചെയ്തുകൊണ്ട് പിന്നെ 7 മണിക്ക് വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് നിർദ്ദേശം തന്നിട്ടുള്ളത്. 470 പഞ്ചായത്തിലെ 9027 വാർഡിലേക്കും 77 ബ്ലോക്ക് പഞ്ചായത്തിലെ 1177 ഡിവിഷനിലേക്കും 7 ജില്ലാ പഞ്ചായത്തിലെ 182 ഡിവിഷനിലേക്കും 47 മുനിസിപ്പാലിറ്റിയിലെ 1834 ഡിവിഷനിലേക്കും തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ കോർപ്പറേഷനുകളിലായി 188 ഡിവിഷനിലേക്കുമാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ജില്ലകളിൽ വ്യാഴാഴ്ച പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉൾപ്പെടെയാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. വാണിജ്യ സ്ഥാപനങ്ങൾക്ക് വേതനത്തോടെയുള്ള അവധിയും പ്രഖ്യാപിച്ചു. CCN ചെർപ്പുളശ്ശേരി.